കഥയെ ആരംഭിക്കുന്നത് ഇൽത്തുൾ എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഇൽത്തുൾ 1 ഇയർ എന്ന പേരുള്ള വളരെ പ്രശസ്തനായ ഒരു ചൂതുകളിക്കാരന്റെ മകനായിരുന്നു. എതിരിലിരിക്കുന്നവന്റെ മൂവ്മെന്റുകൾ മനസ്സിലാക്കി ചൂതുകളിക്കുന്നതിൽ അവൻ മികവുറ്റവനായിരുന്നു. ഇൽത്തുള്ളിന്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയതാണ്. ഇൽത്തുള്ളിന് ഇപ്പോൾ അമ്മ മാത്രമേയുള്ളൂ. ചൂതുകളിയിലെ അവന്റെ മികവ് കാരണം ടാറ്റ്സ എന്ന പേര് പോലും അവന് വന്നു ചേർന്നിരുന്നു. കൊറിയനിൽ മികച്ച ചൂതുകളിക്കാരെ, പ്രൊഫഷണൽ ചൂതുകളിക്കാരെ വിളിക്കുന്ന പേരാണത്. ഒരു താടി വളർത്തിയ വ്യക്തിയുടെ ചൂതുകളി കേന്ദ്രത്തിലായിരുന്നു പ്രധാനമായും അവൻ ചൂതുകളിച്ചിരുന്നത്. സാധാരണയായി അവൻ വിജയിച്ചു കഴിയുമ്പോൾ അതിലൊരു പങ്ക് അയാൾക്കും കൈമാറും. അന്നും പതിവ് പോലെ അവൻ വിജയിച്ചു. ശേഷം പുറത്തേക്ക് വന്നപ്പോ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കണ്ടു. ചൂതുകളിയിൽ പരാജയപ്പെട്ടൊക്കെ നിൽക്കുകയായിരുന്നു അവൾ. അവളോട് അവന് ചെറിയ സഹതാപം തോന്നി. അവൾ അവനെ ഡിന്നറിന് ക്ഷണിച്ചപ്പോ അവൻ അവളുടെ കൂടെ ചെന്നു. അവളുടെ ഭംഗിയിൽ അവൻ കുറച്ച് അട്രാക്റ്റഡ് ആയിരുന്നു. ഇൽത്തുള്ള ഒരു ടാറ്റ്സയാണ് എന്ന ആ പെൺകുട്ടിക്ക് അറിവുണ്ടായിരുന്നു. അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ മദ്യപിക്കുന്നുമുണ്ട്. ഇൽത്തുള്ളിന്റെ കഴിവുകൾ കുറേ മൊത്തം അറിയാമെന്ന മട്ടിൽ അവർക്കിടയിൽ സംസാരം വന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാണ്, നീ വലിയ ചൂതുകളിക്കാരനൊക്കെയായിരിക്കും, പക്ഷെ അത് നിർത്തുന്നതാ നല്ലത്, ഇല്ലെങ്കിൽ വലിയ നഷ്ടത്തിലായിരിക്കും അത് ചെന്നവസാനിക്കുക. തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കണ്ട് ഇൽത്തുള്ളിന് ആ പെൺകുട്ടിക്ക് മേൽ വലിയ കൗതുകം തന്നെ തോന്നി. പക്ഷെ അപ്പോഴായിരുന്നു പുറത്തോടെ ഒരു കാറ് വന്നത്. അത് കണ്ടതും അവൾ വേഗം ഇൽത്തുള്ളിന്റെ ടേബിളിൽ നിന്ന് എഴുന്നേറ്റു. പുറത്ത് കാറിൽ നിന്ന് ഇറങ്ങി വന്ന വ്യക്തി ബലമായി അവളെ ആ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. ഇൽത്തുൾ പിന്നാലെ ചെന്നപ്പോഴേക്കും അവർ പോയി കഴിഞ്ഞിരുന്നു. അവളെ കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഇൽത്തുള്ളിന് നിരാശ തോന്നി. ഇൽത്തുൾ അന്ന് തന്റെ മുറിയിലേക്ക് ചെന്നപ്പോ ഇൽത്തുള്ളിന്റെ അമ്മ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പതിവില്ലാതെ അമ്മ തന്നെ കാണാൻ വന്നത് കണ്ട് ഇൽത്തുൾ ഒന്ന് ഞെട്ടുകയും ചെയ്തു. ഇൽത്തുള്ളിന്റെ അമ്മ ഒരു പാവം പിടിച്ച സ്ത്രീയാണ്. സോളിലെ ചെറിയൊരു പ്രദേശത്ത് അവരൊരു ഫുഡ് കോർട്ട് നടത്തുന്നുണ്ട്. ഇൽത്തുള്ളിന് ഭക്ഷണവുമൊക്കെയായിട്ടായിരുന്നു അമ്മ വന്നിരുന്നത്. ഇൽത്തുള്ളിന്റെ അമ്മയ്ക്ക് ഇൽത്തുള്ള പഠിച്ച് സിവിൽ സർവന്റ് ടെസ്റ്റ് എഴുതി ഒരു ഗവൺമെന്റ് ജീവനക്കാരായി മാറണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇൽത്തുള്ളിനാകട്ടെ അങ്ങനെ ഒരു ചിന്തയേയില്ല. ടെസ്റ്റിലൊക്കെ അവൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. അച്ഛൻ മരിച്ച് കഷ്ടപ്പാടിൽ പെട്ടുപോയ ഒരു കുടുംബത്തിലെ അമ്മ അത്തരത്തിൽ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. മകൻ മികച്ച നിലയിലെത്തണം എന്ന് മാത്രമായിരുന്നു ആ അമ്മ ആഗ്രഹിച്ചത്. അമ്മയുടെ ആഗ്രഹത്തിനൊത്ത് താൻ പ്രവർത്തിക്കാത്തതിൽ ഇൽത്തുള്ളിന് കുറ്റബോധം തോന്നി. അടുത്ത ദിവസം പതിവ് പോലെ അവൻ കോളേജിൽ പോയി. അമ്മയ്ക്ക് കൊടുത്ത വാക്കനുസരിച്ച് നന്നായിട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അവന് പഠനത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അവന്റെ മനസ്സിൽ എപ്പോഴും ചൂതുകളിയും പോക്കർ ഗെയിമും ഒക്കെയാണ്. പക്ഷെ എന്ന പതിവിന് വിപരീതമായി ചൂതുകളി മാത്രമായിരുന്നില്ല അവന്റെ ചിന്തയിൽ കടന്നുകൂടിയത്. തലേന്ന് താൻ കണ്ട മിസ്റ്റീരിയസ് ആയ പെൺകുട്ടി കൂടിയായിരുന്നു. ഒരിക്കൽ കൂടി അവളെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ ആലോചിച്ചായിരുന്നു കോളേജ് വിട്ട് സൈക്കിളും ചവിട്ടി അവൻ വന്നതും. ഒരു ടി ജംഗ്ഷനിലെത്തിയപ്പോ പെട്ടെന്ന് അവന്റെ മുമ്പിൽ ഒരു കാർ ചവിട്ടി. കാറിലിടിക്കാതിരിക്കാൻ ബ്രേക്ക് പിടിച്ചതും അവൻ മറിഞ്ഞു വീണു. എന്നിരുന്നാലും അവന്റെ സൈക്കിൾ കാറിന്റെ ഡോറിലിടിച്ചിരുന്നു. കാർ ഓണർ ഇറങ്ങി വന്ന് കാറിലിടിച്ച് പ്രശ്നമാക്കിയതിൽ ഇൽത്തുള്ളിനോട് തർക്കിക്കാനും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും തുടങ്ങി. ഇൽച്ചുൾ ഭയന്നില്ലെന്ന് മാത്രമല്ല പേ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ഇൽച്ചുളിന്റെ ആ ധൈര്യം കാർ ഓണറെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തു. ധൈര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ ചൂത് കളിക്കാൻ പാടാ എന്ന മട്ടിൽ അയാൾ ഇൽച്ചുള്ളിനെ വെല്ലുവിളിച്ചു. അവരുണ്ടായിരുന്നത് ഒരു ചൂതുകളി കേന്ദ്രത്തിന്റെ മുമ്പിലായിരുന്നു. ഇൽച്ചുൾ നോക്കുമ്പോൾ ആ കാറിനകത്തത താൻ ഇന്നലെ കണ്ട മിസ്റ്റീരിയസ് ആയ ആ പെൺകുട്ടി. ആ കാറിൽ വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയത് അയാളാണ് എന്ന് ഇൽച്ചുൾ മനസ്സിലാക്കി. ഇൽച്ചുൾ പിന്നാലെ കാർ ഓണറുടെ വെല്ലുവിളി ഏറ്റെടുത്ത് അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. അങ്ങനെ ചൂതുകളി ആരംഭിക്കുകയാണ്. ആര് വിജയിക്കുന്നുവോ അവർ എതിരാളിയുടെ വണ്ടി ശരിയാക്കി കൊടുക്കണം എന്നതാണ് അവർ ബെറ്റുവെച്ചത്. ചൂതുകളിയിലെ ബുക്കിയായി അഥവാ നിയന്ത്രിക്കുന്ന വ്യക്തിയായി നിന്നത് തലേന്ന് ഇൽത്തുൾ കണ്ട ആ പെൺകുട്ടിയായിരുന്നു. മഡോണ എന്നായിരുന്നു അവളുടെ പേര്. തനിക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റും എന്നായിരുന്നു ഇൽത്തുൾ ആദ്യം കരുതിയത്. പക്ഷെ അധികം വൈകാതെ തന്റെ എതിരിലിരുന്ന് കളിക്കുന്ന വ്യക്തി ഒരു സാധാരണ ചൂതുകളിക്കാരനല്ല എന്ന് ഇൽത്തുൾ മനസ്സിലാക്കി. അയാൾക്ക് കളിയിൽ വളരെയധികം മികവുണ്ടായിരുന്നു. ആദ്യത്തെ കളിയിൽ ഇൽത്തുൾ പരാജയപ്പെട്ടു. പക്ഷേ തോറ്റു പിന്മാറാൻ ഇൽത്തുൾ ഒരുക്കമായിരുന്നില്ല. പണം കടം വാങ്ങി ഇൽത്തുൾ വീണ്ടും കളിക്കാൻ തുടങ്ങി. ഓരോ തവണയും ഇൽത്തുൾ പരാജയപ്പെട്ടു. ബെറ്റിങ്ങിനിടയിൽ താൻ വിജയിച്ചാൽ മഡോണയ്ക്കൊപ്പം ഒരു ഡേറ്റിന് പോവാൻ തന്നെ അനുവദിക്കണം എന്ന മട്ടിലും അവൻ ബെറ്റുവെച്ചു. എതിരാളി അത് അംഗീകരിച്ചതോടെ ഇൽത്തുൾ വാശിയിൽ മുഴുവൻ പണവും ഇറക്കുകയാണ്. പക്ഷേ ആ കളിയിലും അവൻ വലിയ തോതിൽ പരാജയപ്പെട്ടു. ഒടുവിൽ ചൂതുകളിയിലൂടെ ഇൽത്തുള്ളിനൊക്കെ നഷ്ടപ്പെടുകയും അവൻ വലിയ കടക്കിണിയിൽ പെടുകയും ചെയ്യുകയാണ്. വൈകാതെ കടപ്പിരിവുകാർ ഇൽത്തുള്ളിനെ വളയാൻ തുടങ്ങി. പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഇൽത്തുള്ളിന് നല്ല മർദ്ദനവും കിട്ടി.
പണം കൊടുക്കാനില്ലാതെ ഇൽത്തുളിന്റെ വിരൽ അവർ മുറിക്കുമെന്ന മട്ടിൽ ഭീഷണിപ്പെടുത്തി നിൽക്കെ അങ്ങോട്ടേക്ക് മുടി വളർത്തിയ ഒരു വ്യക്തി കടന്നു വരികയാണ്. അയാൾ അവരെ തടഞ്ഞ് ഇൽത്തുൾ തരാനുള്ള പണം താൻ തരാം എന്ന മട്ടിൽ സംസാരിച്ചു. എക്കോ എന്നായിരുന്നു അയാളുടെ പേര്. പക്ഷേ വണ്ണൈ എന്ന പേരിലായിരുന്നു അയാൾ അറിയപ്പെട്ടിരുന്നത്. അയാൾ പണമടിച്ച് ഇൽത്തുളിനെ രക്ഷപ്പെടുത്തി. വണ്ണയ്യും ഏറെ മികച്ച ഒരു ചൂതുകളിക്കാരനായിരുന്നു. വണ്ണൈ ഇൽത്തുള്ളിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. സംസാരിക്കുമ്പോ വണ്ണൈ പറഞ്ഞു, താൻ ഇൽത്തുള്ളിന്റെ അച്ഛനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. നിന്റെ ഇതേ അവസ്ഥയിൽ ഞാനിരുന്ന സമയത്ത് നിന്റെ അച്ഛനായിരുന്നു എന്നെ സഹായിച്ചത്. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി അടച്ച ആ പണമൊന്നും നീ തിരികെ തരണ്ട. അച്ഛന്റെ ഇത്തരത്തിലുള്ള പരിചയക്കാരിയൊന്നും ഇൽത്തുള്ളിന് അറിവേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൽത്തുൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കാനും അവന് കഴിഞ്ഞില്ല. കാരണം തല്ലേറ്റ വേദനയാൽ അവനെപ്പോഴും പൊളയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ഇൽച്ചുൾ വീണ്ടും വണ്ണയ്യെ കണ്ടു. വണ്ണയിനടുത്ത് സംസാരിച്ചു. തന്റെ അച്ഛനെ പറ്റി ചോദിച്ചു. വണ്ണൈ കാര്യമായൊന്നും പറഞ്ഞില്ല. പക്ഷേ മറ്റ് ചൂതാട്ടക്കാരിൽ നിന്ന് എന്ത് മികവാണ് അവന്റെ അച്ഛനുണ്ടായിരുന്നത് എന്ന് മാത്രം എടുത്തു പറഞ്ഞു. വണ്ണയും മികച്ച ഒരു ചൂതാട്ടക്കാരനായിരിക്കും എന്നായിരുന്നു ഇൽച്ചുൾ കരുതിയിരുന്നത്. പക്ഷേ വണ്ണൈ പറഞ്ഞത് താനൊരു ഫ്രോഡാണെന്നായിരുന്നു. പിന്നാലെ വണ്ണൈ ഇൽച്ചുളിനെ ഉപദേശിച്ചു. ചൂതാട്ടമെന്ന് പറയുന്നത് ആളുകളുടെ പണം കവരാനുള്ള ഒരിടം മാത്രമാണ്. ആരും അതിൽ നിന്ന് ഒരുപാട് നേട്ടമൊന്നും ഉണ്ടാക്കുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിൽ നിൽക്കാനേ പറ്റൂ. അതുകൊണ്ട് ഒക്കെ ഉപേക്ഷിക്കുന്നതാവും നല്ലത്. നിന്റെ തന്നെ അനുഭവത്തിൽ നിന്ന് നിനക്കതിപ്പോൾ മനസ്സിലാവേണ്ടതാണല്ലോ. പക്ഷേ ഇൽച്ചുളിന് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തനിക്ക് സ്കില്ലുണ്ടെന്നും തനിക്ക് തിരിച്ചു വരാൻ പറ്റും എന്നും ഇൽച്ചുള്ളു പറഞ്ഞു. എങ്കിലത് നീ പ്രൂവ് ചെയ്ത് കാണിക്ക് എന്നായിരുന്നു വണ്ണൈ പറഞ്ഞത്. അതോടെ അവിടെയുള്ള ഒരു യഥാർത്ഥ ഗാംബ്ലിംഗ് ഹൗസിലേക്ക് അവർ ചെല്ലുകയാണ്. വണ്ണൈക്ക് മുമ്പിൽ വെച്ച് ഇൽച്ചുൾ ബെറ്റ് വെച്ചു. ചൂതുകളിൽ അവൻ വിജയിച്ച് കാണിച്ചു കൊടുത്തു. ഇൽച്ചുള്ളിന് മികച്ച കഴിവുണ്ടെന്ന് വണ്ണൈ മനസ്സിലാക്കുകയാണ്. വണ്ണൈക്കും അതായിരുന്നു വേണ്ടിയിരുന്നത്. ഇൽച്ചുൾ അവന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കണം. കാര്യം എന്തെന്നാൽ ഒരു തട്ടിപ്പിന് വേണ്ടി വണ്ണൈ ഒരു ടീം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ടീമിലേക്ക് ഇൽച്ചുള്ളിനെ വണ്ണൈക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു വണ്ണൈ ഇൽച്ചുള്ളിനടുത്തേക്ക് വന്നു ചേർന്നതും. ഇൽച്ചുള്ളിനെ പോലെ മറ്റു ചിലരെയും വണ്ണൈ തന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിലൊരാൾ കാച്ചിയായിരുന്നു. കാർഡൊക്കെ ഷഫിൾ ചെയ്യുന്നതിൽ മികച്ച സ്കില്ലുള്ളൊരു വ്യക്തി. അടുത്തത് യങ്മി, ഒരു കസിനോ വെയിറ്റർ. മികച്ച രീതിയിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ പണം അടിച്ചു മാറ്റുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്ന് എപ്പോഴും രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരുവൾ. അടുത്തത് ഒരു ഹോട്ടൽ ഉടമയായ കോൻ എന്ന വ്യക്തി. മികച്ച അഭിനയ കഴിവുകൾ അയാൾക്കുണ്ടായിരുന്നു. വൈകാതെ വണ്ണൈ അവരെ എല്ലാവരെയും ഒരിടത്തേക്ക് കൊണ്ടുവന്നു. കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചു. സംഭവം എന്തെന്നാൽ വണ്ണൈ ചൂതുകളിയിലൂടെ മൂളെന്ന പേരുള്ള ഒരു സമ്പന്നന്റെ പ്രോപ്പർട്ടി കൈവശപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. ആളൊരു ജന്മിയാണ്. പക്ഷേ ഈ അടുത്തായി ഗാംബ്ലിംഗ് തുടങ്ങിയിട്ടുണ്ട്. അത് മുതലെടുത്ത് അയാളെ കൊണ്ട് ബെറ്റുവെപ്പിച്ച് അയാളുടെ സ്വത്തുക്കൾ അടിച്ചെടുക്കണം. കൃത്യമായ ഫ്രോഡ് പരിപാടിയിലൂടെ തന്ത്രത്തിലൂടെ അത് കൈവശപ്പെടുത്തണം. അതായിരുന്നു വണ്ണയുടെ പ്ലാൻ. ആദ്യഘട്ടത്തിൽ കാച്ചിയും ഇങ്മിയും ഒരു കപ്പിൾസിനെ പോലെ മോളിന്റെ മുമ്പിലെത്തണം. മോളിൽ നിന്ന് സ്ഥലം വാങ്ങാൻ എന്ന മട്ടിലായിരിക്കും എത്തേണ്ടത്. പിന്നീട് അവസരം കിട്ടുമ്പോൾ മോളിനെ പ്രൊവോക്ക് ചെയ്ത് ഗാംബ്ലിംഗ് ടേബിളിലേക്ക് എത്തിക്കണം. അങ്ങനെ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെയാണ് കളി ആരംഭിക്കുന്നത്. കാച്ചിയും ഇങ്മിയും ചേർന്ന് കളിക്കുമ്പോൾ ആദ്യം മോളിനെ വിജയിപ്പിക്കാൻ അനുവദിക്കണം. അതോടെ മോളിന് കൂടുതൽ ധൈര്യം വരും. മോള് കൂടുതൽ പണമിറക്കും. അടുത്ത ഘട്ടത്തിൽ കാച്ചിയും ഇങ്മിയും വിജയിച്ച് മോളിനെ തറപറ്റിക്കണം. മോള് പരാജയപ്പെടുമല്ലോ. അടുത്ത ദിവസം കാച്ചിയും ഇങ്മിയും മോളിന്റെ ഓഫീസിൽ ചെല്ലണം. ശേഷം പരാജയപ്പെട്ട മോളിന്റെ അടുത്ത് നിന്ന് പ്രോപ്പർട്ടി വാങ്ങൽ തങ്ങൾക്ക് കുറച്ചിലാണ് എന്ന് പറഞ്ഞ അയാളെ ഇൻസൾട്ട് ചെയ്യണം. അതോടെ മോളിന് വാശി കയറും. തനിക്ക് വേണ്ടി കളിക്കാൻ മികച്ച ഒരു ചൂതുകളിക്കാരനെ കണ്ടെത്താൻ അയാൾ ആഗ്രഹിക്കും. കാരണം കയ്യിൽ പണമുണ്ടല്ലോ, നല്ലൊരു കളിക്കാരനെ കിട്ടിയാൽ മതി. ആ സമയത്താണ് അയാളെ സ്വാധീനിക്കും വിധം അഭിനേതാവ് കോനും ഇൽച്ചുള്ളും അവതരിക്കേണ്ടത്. കോൻ ഒരു ബിസിനസ്സുകാരന്റെ വേഷം കെട്ടണം. ഇൽച്ചുൾ അയാളുടെ നെഫ്യൂ ആയിട്ടാവണം ഉണ്ടാവേണ്ടത്. ഇൽച്ചുള്ളിന് മികച്ച ഗാംബ്ലിംഗ് സ്കില്ലുണ്ട് എന്ന മട്ടിൽ സംസാരത്തിലൂടെ മുഴുവനായും മോളിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ മിക്കവാറും മോൾ ഇൽച്ചുള്ളിനെ തന്റെ ഗാംബ്ലിംഗ് ടേബിളിലെ പാർട്ട്ണറാക്കും. അവരുടെ പദ്ധതികൾ കൃത്യമായി നടന്നു. വിചാരിച്ച പോലെ തന്നെ ഇൽച്ചുൾ മോളിന്റെ പാർട്ട്ണറായി. മോൾ കാച്ചിയെയും യങ്മിയെയും മത്സരത്തിന് വെല്ലുവിളിച്ചു. അവര് വീണ്ടും ഗാംബ്ലിംഗ് ടേബിളിലെത്തി. പഴയ തന്ത്രം തന്നെ കാച്ചിയും യങ്മിയും പുറത്തെടുത്തു. ആദ്യഘട്ടത്തിലൊക്കെ മോളിന് മുമ്പിൽ അവർ പരാജയപ്പെട്ടു കൊടുത്തു. പിന്നീട് കൂടുതൽ കോൺഫിഡന്റ് ആയ മോൾ വളരെയധികം വലിയ തുക ബെറ്റുവെച്ച് കളിക്കിറങ്ങി. അതിൽ മോളിനെ പരാജയപ്പെടുത്തി കാച്ചിയും യങ്മിയും വിജയിച്ച് പണം മുഴുവൻ വാരിയെടുത്തു പോന്നു. മോളിന് തന്റെ വിരൽ കടിച്ചിരിക്കാനേ സാധിച്ചുള്ളൂ. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് കോനും മിൽച്ചുള്ളും പോവാൻ ഇറങ്ങുകയായിരുന്നു. മോളിനടുത്തെത്തിയപ്പോൾ മോൾ പറഞ്ഞു, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ, എനിക്കിനിയും കളിക്കണമെന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്കൊരു കാർ വന്നത്. അത് കണ്ടതും മോൾ എഴുന്നേറ്റ് ഓടിച്ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് മഡോണയായിരുന്നു. മഡോണ തന്റെ ബോസാണ് എന്ന് മട്ടിൽ മോൾ പറഞ്ഞു. ഇൽച്ചുള്ള തൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല
ഉണ്ടായിരുന്നില്ല. മോളും മഡോണയും പാർട്ട്നേഴ്സ് ആണെന്ന കാര്യം. വീണ്ടും അവർ കളിക്കാൻ പോയി. മോളിന് മഡോണയിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ കണ്ടുമുട്ടലിന് ശേഷം പിന്നീട് മഡോണയെ കാണാൻ പറ്റും എന്നവൻ ചിന്തിച്ചതേയായിരുന്നില്ല. ഇതിനിടയിൽ മഡോണയിൽ നിന്നും മറ്റും പണം വാങ്ങി മോൾ മഡോണയെ ഫ്രോഡ് ചെയ്യുകയായിരുന്നു എന്ന കാര്യം ഇൽച്ചുൾ മനസ്സിലാക്കി. അന്നത്തെ മത്സരമൊക്കെ കഴിഞ്ഞപ്പോ മഡോണയെ നേരിട്ട് കണ്ട് ഇക്കാര്യം പറയാൻ അവൻ കടന്നു ചെന്നു. മോളിനടുത്തുള്ള മഡോണയുടെ പണം എത്രയും വേഗം പിൻവലിച്ചെടുത്തോളാനും താനും തന്റെ സുഹൃത്തുക്കളും പ്ലാൻ ചെയ്ത് മോളിന്റെ പണം ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും അവൻ അവളെ അറിയിച്ചു. അത് കേട്ടതും മഡോണ കൺഫ്യൂസ്ഡ് ആയി. മോളൊരു ഫ്രോഡാണെങ്കിലും അത് തന്നെയല്ലേ ബാധിക്കുള്ളൂ, ഇൽച്ചുൾ എന്തിനാ അതറിഞ്ഞ് തന്നോട് വന്ന് പറയണം എന്ന് അവൾ ചിന്തിച്ചു. ഒടുവിൽ ഇൽച്ചുൾ ആ സത്യം പറഞ്ഞു, തനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. പക്ഷേ മഡോണയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പ്രണയം എന്ന് പറയുന്നതിലൊന്നും ഒരു വാല്യൂവും അവൾ കണ്ടിരുന്നില്ല. പിന്നാലെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ മഡോണ മോളിന്റെ ആളായിരുന്നു. അവര് ഫ്രോഡാണോ എന്നറിയാൻ മോൾ ഇറക്കിയ ആളുകൾ മഡോണ കാര്യങ്ങൾ മോളിനോട് പറഞ്ഞു. ഇൽച്ചുള്ളും സംഘവും ഫ്രോഡുകളാണെന്നറിഞ്ഞതും മോൾ തന്റെ ആളുകളുമായി ഇൽച്ചുള്ളിനെ വളഞ്ഞു. പിന്നാലെ കാച്ചിയെയും യങ്മിയെയും കൈകാര്യം ചെയ്യാൻ തന്റെ ആളുകളെ പറഞ്ഞയക്കുകയും ചെയ്തു. യങ്മിയും കാച്ചിയും പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ കാച്ചി യങ്മിയെ രക്ഷപ്പെടാൻ അനുവദിച്ചു. മറുവശത്ത് ഇൽച്ചുള്ളിനെ കൊല്ലാൻ വേണ്ടി മോളും സംഘവും കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ വഴിയിൽ വണ്ണൈ കടന്നു വന്നു. ഇൽച്ചുള്ളിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വണ്ണൈക്ക് കഴിഞ്ഞു. അടുത്ത ദിവസം ബോധം തെളിഞ്ഞ് ഇൽച്ചുൾ കണ്ണു തുറക്കുമ്പോൾ ഇൽച്ചുൾ വണ്ണയുടെ ഇടത്തായിരുന്നു. കാച്ചി ഒഴികെ ബാക്കിയെല്ലാവരും അവിടുണ്ടായിരുന്നു. കാച്ചി കൊല്ലപ്പെട്ടു എന്ന് വേണം കരുതാൻ. വണ്ണയും മറ്റംഗങ്ങളും ഇൽച്ചുൾ തങ്ങളെ വഞ്ചിച്ചു എന്ന മട്ടിലായിരുന്നു കണ്ടതും സംസാരിച്ചതും. ഇൽച്ചുൾ തന്റെ ഭാഗം ന്യായം പറഞ്ഞ് പ്രതിരോധിച്ചില്ല. മറിച്ചു ചോദിച്ചു, വണ്ണൈ എന്തിനാണ് തന്നെ രക്ഷപ്പെടുത്തിയതെന്ന്. വണ്ണൈ പറഞ്ഞു, ഒരിക്കൽ നിന്റെ അച്ഛനോട് ഞാൻ ഇത്തരത്തിലൊരു ചതി ചെയ്തതാണ്. അതിന്റെ പേരിൽ ഡെവിൾ എന്ന് വിളിക്കപ്പെടുന്ന വലിയൊരു ചൂതുകളിക്കാരനാൽ നിന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. അതിന്റെ കുറ്റബോധം പേറിയാണ് ഇത്രയും നാൾ ഞാൻ ജീവിച്ചത്. ഇപ്പോൾ അതുപോലെ കുറ്റബോധം പേറി നീയും ജീവിക്കണം. അത് കേട്ടതും ഇൽച്ചുളിന് ദേഷ്യമായിരുന്നു വന്നത്. ഒന്നും പറയാതെ ഇൽച്ചുൾ അവിടെ നിന്നിറങ്ങി പോന്നു. ഇതേസമയം മറുവശത്ത് മഡോണയും മോളും ചേർന്ന് ഇൽച്ചുളിനും സംഘത്തിനുമെതിരെ ഓരോന്ന് പ്ലാൻ ചെയ്യാൻ ആരംഭിച്ചിരുന്നു. വണ്ണ ഇപ്പോഴും അവരുടെ പിന്നിലുള്ളതുകൊണ്ട് അവർ വീണ്ടും കളികളുമായി കളത്തിലിറങ്ങും എന്നായിരുന്നു മോൾ ചിന്തിച്ചത്. മഡോണ പറഞ്ഞു, കൂടുതലൊന്നും ആലോചിക്കാനില്ല, ഡെവിളിനെ ഇറക്കിയാൽ അവരെ മൊത്തമായി നമുക്കങ്ങ് തീർക്കാം. ഇൽച്ചുൾ മൊത്തത്തിൽ തന്റെ ടീമിൽ നിന്ന് ഒറ്റപ്പെട്ടിരുന്നല്ലോ. അതിനുശേഷം അവൻ അവിടെയുള്ള ഏതെങ്കിലും ഒരു ചൂതുകളി കേന്ദ്രത്തിൽ പോയി ചൂത് കളിക്കുന്നതും എതിരാളികളെ പരാജയപ്പെടുത്തുന്നതും സ്ഥിരമായിരുന്നു. എതിരാളികൾ ഇനിയൊരിക്കലും ചൂത് കളിക്കില്ല എന്ന മട്ടിൽ അവന്റെ അടുത്ത് പരാജയപ്പെട്ടു പോയിരുന്നു. ഇൽച്ചുള്ളിന്റെ ഉള്ളിലെ വെറി അവനെ കൂടുതൽ ചൂതുകളിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇൽച്ചുള്ളിനെ കാണാൻ ഒരാളെത്തുന്നത്. അത് കാച്ചിയായിരുന്നു. കാച്ചി കൊല്ലപ്പെട്ടു എന്നായിരുന്നല്ലോ ഇൽച്ചുൾ കരുതിയിരുന്നത്. കാച്ചിയെ കണ്ടപ്പോൾ ഇൽച്ചുൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. പക്ഷേ കാച്ചി വന്നു പറഞ്ഞ വാർത്തയായിരുന്നു ഇൽച്ചുള്ളിനെ ഞെട്ടിച്ചത്. വണ്ണയെ ഡെവിൾ കൊന്നിരിക്കുന്നുവെന്ന്. അവന്റെ അച്ഛനെ കൊന്ന അതേ ഡെവിൾ തന്നെ വണ്ണയെയും കൊന്നിരിക്കുന്നു. അത് കേട്ട് ഇൽച്ചുളിന്റെ ദേഷ്യം ഇരട്ടിച്ചു. തന്റെ അച്ഛനെയും തന്റെ മോശം ഘട്ടത്തിൽ തന്നെ സഹായിക്കാനെത്തിയ വണ്ണയെയും കൊലപ്പെടുത്തിയ വ്യക്തിയെ വകവരുത്തണം എന്നിൽച്ചുൾ തീരുമാനിച്ചു. അധികം വൈകാതെ ഇൽച്ചുൾ മിസ്റ്റർ കോനെ ചെന്ന് കണ്ടു. എങ്ങനെയാണ് ഡെവിളിനെതിരെ പ്രതികാരം ചെയ്യുക എന്ന കാര്യം തിരക്കി. ഏതൊരു ചൂതുകളിക്കാരനും തന്റെ മത്സരം പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിന് വില കൊടുക്കേണ്ടി വരിക അവരുടെ ജീവൻ തന്നെയായിരിക്കും എന്ന മട്ടിലായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. അതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിരുന്നു. ഇൽച്ചുൾ പ്രതികാരം തീർത്തു കഴിഞ്ഞാൽ അതോടെ ചൂതുകളി ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന മട്ടിൽ മിസ്റ്റർ കോൻ ചോദിച്ചു. ഇൽച്ചുള്ളും അതിനെ സമ്മതിച്ചു. അടുത്ത ദിവസം ഡെവിൾ ആരെന്ന് ഇൽച്ചുൾ മനസ്സിലാക്കി. ഡെവിളിന് മുമ്പിലേക്ക് ഇൽച്ചുൾ എത്തുകയാണ്. മുമ്പൊരു മത്സരത്തിൽ ഇൽച്ചുള്ളിനെ പരാജയപ്പെടുത്തി ഇൽച്ചുള്ളിനെ കടക്കിണിയിൽപ്പെടുത്തിയ മഡോണയുടെ കൂടെ ഉണ്ടായിരുന്ന അതേ വ്യക്തിയുണ്ടല്ലോ, അയാൾ തന്നെയായിരുന്നു ഡെവിൾ. ഒരു ബാഗ് നിറയെ പണവുമായിട്ടായിരുന്നു ഇൽച്ചുൾ ഡെവിളിന് മുമ്പിലെത്തിയത്. ഡെവിളിനെ ഒരു ചൂതുകളിക്ക് ഇൽച്ചുൾ വെല്ലുവിളിച്ചു. പക്ഷേ ഇത്തവണ പണമായിരുന്നില്ല ബെറ്റായി വെക്കാൻ അവൻ ആഗ്രഹിച്ചത്, മറിച്ച് ജീവനായിരുന്നു. ഇൽച്ചുൾ തന്റെ ജീവൻ ബെറ്റുവെക്കും. ഡെവിളിന്റെ ജീവനും ബെറ്റുവെക്കണം. കളിയിൽ ആരെങ്കിലും ചതി കാണിച്ചാൽ അയാൾ കൊല്ലപ്പെടും. ഇനിയിപ്പോൾ ശരിയായ കളിയിൽ പരാജയപ്പെടുന്നത് ആരാകട്ടെ അയാളും മരണം വരിക്കണം. അടുത്ത ദിവസത്തേക്ക് മത്സരം തീരുമാനിക്കപ്പെട്ടു. വെല്ലുവിളി ഡെവിൾ ഏറ്റെടുക്കുകയും ചെയ്തു. അന്ന് രാത്രി ഇൽച്ചുൾ റെസ്റ്റ് ചെയ്യുമ്പോ മഡോണ ഇൽച്ചുള്ളിന്റെ വാതിലിൽ വന്നു മുട്ടി. ഇൽച്ചുൾ വാതിൽ തുറന്നു. ഇൽച്ചുള്ളിനോട് തന്റെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാനും ഡെവിളിന്റെ പണം മുഴുവൻ നമുക്ക്
നമുക്ക് കരസ്ഥമാക്കാമെന്നും മഡോണ ഓഫർ ചെയ്തു. പക്ഷേ കഴിഞ്ഞ 2 തവണയും മഡോണ അവനെ ചതിച്ചതാണ്. ഇത്തവണ അതുകൊണ്ട് തന്നെ മഡോണയെ വിശ്വസിക്കാൻ ഇൽച്ചുൾ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. മഡോണ പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കണ്ട, പക്ഷേ നമുക്കൊരുമിച്ച് കിട്ടാൻ പോകുന്ന ആ പണമുണ്ടല്ലോ, അതിനെ നിനക്ക് വിശ്വസിക്കാമല്ലോ. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ എന്താണ് പദ്ധതിയെന്ന് ഇൽച്ചുൾ ചോദിച്ചു. മഡോണ പദ്ധതികൾ വിശദീകരിച്ചു. പക്ഷെ ഒരു കാര്യമറിഞ്ഞ് മഡോണ ഞെട്ടിപ്പോയി. സംഭവം എന്തെന്നാൽ അതിനോടകം തന്നെ മോളും ഇൽച്ചുള്ളും ഒരു ഡീലുണ്ടാക്കിയിരുന്നു. അതിലേക്കാണ് ഇപ്പോൾ മഡോണയും വരുന്നത്. ചൂതുകളിയിൽ അതൊക്കെ സ്വാഭാവികമാണ്. എതിരാളിയെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവർ ഒന്നുചേരും. പഴയ ട്രിക്ക് തന്നെയായിരുന്നു അവിടെയും ഇൽച്ചുൾ പദ്ധതിയിട്ടത്. പക്ഷേ ഇൽച്ചുളൊന്നും നേരിട്ട് ചെയ്യില്ല. പ്രവർത്തിക്കേണ്ടത് മഡോണയും മോളും ചേർന്നിട്ടാണ്. പദ്ധതി എന്തെന്നാൽ ഡെവിളിനെ സംബന്ധിച്ചിടത്തോളം ഇൽച്ചുളിനെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. കളിക്കളത്തിൽ ടേബിളിൽ 4 പേരുണ്ടാകും. അതുകൊണ്ട് മഡോണയെയും മോളിനെയും ഡെവിൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. തന്റെ ടീമാണ് അവരെന്നാണല്ലോ ഡെവിൾ കരുതുക. കളി മുമ്പോട്ട് പോകുമ്പോൾ മഡോണയും മോളും ചേർന്ന് ഇൽച്ചുളിനെ സഹായിക്കണം. കാർഡുകൾ വേണമെങ്കിൽ മാറ്റം വരുത്തണം. കളിയിൽ താൻ വിജയിക്കും എന്ന് ഡെവിളിന് വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്കും അയാൾ ബെറ്റിലേക്ക് ഇറക്കി. പക്ഷേ ഏറ്റവും ഒടുവിൽ റിസൾട്ട് വന്നപ്പോഴോ ഡെവിൾ പരാജയപ്പെട്ടു. താൻ ചതിക്കപ്പെട്ടു എന്ന് ഡെവിളിന് മനസ്സിലായിരുന്നു. പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ ഡെവിളിന്റെ പക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കാലുകൾ കൊല്ലപ്പെടാൻ പാകത്തിന് ബന്ധിപ്പിച്ചു വെച്ചിരുന്നു. ഡെവിൾ പരാജയപ്പെട്ടതും ഡെവിളിനെ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. മഡോണയ്ക്ക് ഡെവിളുമായി ഒരു മോശം പാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അയാൾ വെറുത്തിരുന്ന മഡോണയായിരുന്നു ഏറ്റവും ഒടുവിൽ അയാളെ മരണത്തിലേക്ക് പറഞ്ഞുവിട്ടതും. ഒടുവിൽ പണവുമായി മോളും ഇൽച്ചുള്ളും പോവാൻ ആരംഭിച്ചു. അവർ തമ്മിലുള്ള കരാർ പ്രകാരം ഇൽച്ചുള്ളിന് $2 മില്യൺ മോളിന് $4 മില്യൺ പറഞ്ഞിരുന്നത്. പക്ഷേ യാത്ര തുടരുമ്പോൾ മോള് ചതി പ്രയോഗിച്ചു. ജീവൻ വേണമെങ്കിൽ മുഴുവൻ പണവും തനിക്ക് തന്നിട്ട് ഇൽച്ചുള്ളിനോട് ജീവനുമായി രക്ഷപ്പെട്ടു പൊക്കോ എന്ന് മോള് പറഞ്ഞു. പക്ഷേ ഇൽച്ചുൾ അത് മുൻകൂട്ടി കണ്ടിരുന്നു. അവനൊരു പൊട്ടനൊന്നുമല്ലല്ലോ മോളത്തരത്തിൽ പെരുമാറും എന്ന് മുൻകൂട്ടി കണ്ടിയവൻ മോളിന്റെ ഡ്രൈവറെ പണം കൊടുത്ത് തന്റെ വരുതിയിലാക്കി. മോളെന്ന് ഇൽച്ചുള്ളിനെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് മോളിന്റെ ഡ്രൈവർ തന്നെ മോളിനെ വകവരുത്തുകയാണ്. മോളിനെ കൊന്ന് തെളിവുകളില്ലാതിരിക്കാൻ കാറടക്കം അവർ മോളിന്റെ മൃതശരീരം അടുത്തുള്ള നദിയിൽ താഴ്ത്തി. ഓഫർ ചെയ്ത പോലെ തരക്കേടില്ലാത്ത ഒരു തുക മോളിന്റെ ഡ്രൈവർ ഇൽച്ചുൾ കൊടുത്തു. അധികം വൈകാതെ കല്യാണം കഴിഞ്ഞിരുന്ന കാച്ചിയെയും എങ്മിയെയും തേടി ഒരു ബാഗ് മുഴുവൻ പണം എത്തി. കൂട്ടത്തിൽ മിസ്റ്റർ കോനിനും പണമടങ്ങിയ ബാഗ് എത്തിയിരുന്നു. അവർ അത് തുറന്നു നോക്കി. അതിൽ ഒരു ജാക്കാർഡ് ഉണ്ടായിരുന്നു. അതയച്ചത് ഇൽച്ചുള്ളാണെന്ന സൂചനയോടെ മുമ്പ് താൻ അവരോട് ചെയ്തു പോയ തെറ്റിന് അറിയാതെ ചെയ്തതാണെങ്കിൽ കൂടിയും ഇൽച്ചുൾ പ്രായച്ചിത്തം ചെയ്യുകയായിരുന്നു. മിസ്റ്റർ കോനിന് കൊടുത്ത വാക്കുപോലെ ഇൽച്ചുൾ തന്റെ ഗ്യാംബ്ലിംഗ് ജീവിതം അവസാനിപ്പിച്ചു. അവൻ തന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി. ആ സമയത്ത് നടന്ന സിവിൽ സർവന്റ് എക്സാം എഴുതി അവൻ പാസ്സായിരുന്നു. ആ പേപ്പർ അമ്മയെ കാണിച്ചപ്പോൾ അവന്റെ അമ്മ അത്രമേൽ സന്തോഷിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് ചൂതുകളിയൊക്കെ ഉപേക്ഷിച്ച് ഒരു ഗവൺമെന്റ് ജോലി ഏറ്റെടുത്ത് സന്തോഷത്തോടെ അമ്മയ്ക്കൊപ്പം ഇൽച്ചുൾ ജീവിക്കാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.